സോഹോ ബുക്സ് യൂസ് ചെയ്യുമ്പം നമ്മൾ 3 ടൈപ്പ് സ്റ്റോക്ക് കണ്ടിട്ടുണ്ടാവും. അക്കൗണ്ടിങ് സ്റ്റോക്ക്, ഫിസിക്കൽ സ്റ്റോക്ക്, അതുപോലെ കമ്മിറ്റഡ് സ്റ്റോക്ക്. അക്കൗണ്ടിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ബിൽസ് എൻ്റർ ചെയ്യുമ്പോൾ കൂടുകയും സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറയുകയും ചെയ്യുന്നു. ഫിസിക്കൽ സ്റ്റോക്ക് കൂടുന്നത് GRN ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്, അതായത് പർച്ചേസ് റിസീവ്സ്. അത് കുറയുന്നത് നമ്മൾ ഒരു സെയിൽ ഓർഡറിനെ ഷിപ്മെന്റ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. അക്കൗണ്ടിങ് സ്റ്റോക്ക് നമുക്ക് യൂസ്ഫുൾ ആവുക ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനാണ്. നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ ബേസ് ചെയ്തേക്കുന്നത് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റോക്കിനെ ആയിരിക്കും. അതേസമയത്ത് ഫിസിക്കൽ സ്റ്റോക്ക് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് കറന്റ് നമ്മുടെ വെയർ ഹൗസിൽ എത്ര ക്വാണ്ടിറ്റി അവൈലബിൾ ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫിസിക്കൽ സ്റ്റോക്ക് നോക്കാവുന്നതാണ്. ഇത് തമ്മിൽ ഡിഫറെൻ്റ് ആവുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റിന് GRN ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അത് ബില്ലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഈ സിറ്റുവേഷനിൽ ഈ രണ്ട് സ്റ്റോക്കും ഡിഫറെൻ്റ് ആവും. കാരണം ഫിസിക്കൽ സ്റ്റോക്ക് കൂടിയിട്ടും ഉണ്ടാവും, പക്ഷെ അത് ബില്ലിലേക്ക് കൺവേർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് സ്റ്റോക്കിലേക്ക് എത്തിയിട്ടും ഉണ്ടാവില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഷിപ്മെന്റ്സും അതുപോലെ GRN ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അക്കൗണ്ടിങ് സ്റ്റോക്കും ഫിസിക്കൽ സ്റ്റോക്കും തമ്മിൽ ടാലി ആയിരിക്കും. കമ്മിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റിന് സെയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പം അത് കമ്മിറ്റഡ് ക്വാണ്ടിറ്റി ആയിട്ട് മാറുകയാണ്. ഒരു പ്രൊഡക്റ്റിന്റെ സ്റ്റോക്ക് അവൈലബിൾ ഫോർ സെയിൽ ആയിട്ട് കാണിക്കുക ഈ കമ്മിറ്റഡ് ക്വാണ്ടിറ്റി മൈനസ് ചെയ്തിട്ടുള്ള ഫിഗർ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ക്ലോസ് ചെയ്യാത്ത സെയിൽ ഓർഡറിന്റെ ക്വാണ്ടിറ്റി ആയിരിക്കും ഈ കമ്മിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കുന്നുണ്ടാവുക.